എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 15 വർഷമായിട്ട് തിരുവനന്തപുരത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത് ശ്രീ ശശി തരൂരാണ്. അദ്ദേഹം ഇപ്പോൾ 4ാമത്തെ തവണയാണ് മത്സരരംഗത്തുള്ളത്. ആദ്യത്തെ തവണ മുതൽ യാതൊരു വിധത്തിലുള്ള മുടക്കവും കൂടാതെ ഇത്തവണയും ചേർത്ത് അദ്ദേഹം പറയുന്ന ഒരു വികസന വാഗ്ദാനമുണ്ട്. അത് തിരുവനന്തപുരത്തിനെ ബാഴ്സലോണ എന്ന സ്പാനിഷ് നഗരത്തിൻ്റെ ഇരട്ട നഗരമാക്കും എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തവണയും അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ ഒരു ഭാഗം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനിയും പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ എന്നൊരു ഭാഗത്താണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഇതിൽ ചേർത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പോലും 14 വർഷം പഴക്കമുള്ള 2010 അപ്ഡേറ്റ് ആണ്. അപ്പോൾ പ്രാദേശിക ഭരണത്തിലുള്ളത് ഒരു ഇടതുപക്ഷ സർക്കാരാണ് എന്ന് പറയുകയും ആ ഇടതുപക്ഷ സർക്കാർ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രം എനിക്ക് എൻ്റെ പദ്ധതി നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ വർഷം ഉൾപ്പെടെ അദ്ദേഹം ഇതിനെ വീണ്ടും ഒരു വാഗ്ദാനമായിട്ട്, അതും പൂർത്തീകരിച്ചിട്ടില്ലാത്ത പദ്ധതികൾ എന്നല്ല, ഇനിയും പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ എന്ന ഭാഗത്ത് അദ്ദേഹം അതിനെ ഉൾപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ആ വാഗ്ദാനം നമ്മളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഈ പദ്ധതി നടക്കാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ വരി ഇങ്ങനെയാണ്: സങ്കുചിതമായ ഇടതുപക്ഷ രാഷ്ട്രീയം കാരണം ജനങ്ങൾക്ക് ലഭിക്കുമായിരുന്ന ലോകോത്തര പദ്ധതി നഷ്ടപ്പെട്ടു എന്നുള്ളത് തികച്ചും ഖേദകരമാണ്. ഇതേ ശശി തരൂർ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വികസനവുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും വാഴ്ത്തിയിട്ടുള്ളത്. എങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയോട് ഈ ഒരു വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന് ആവശ്യപ്പെടാമായിരുന്നു. മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹത്തിനത് ചെയ്യിപ്പിക്കാമായിരുന്നു. പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ എന്ന ഭാഗത്ത് ഇത് മാത്രമല്ല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിലൊരു വിഷയം തിരുവനന്തപുരത്തെ ഹൈക്കോടതി ബെഞ്ചാണ്. എത്രയോ കാലമായിട്ട് തിരുവനന്തപുരത്തുള്ള ആൾക്കാരുടെ ഒരു ആവശ്യമാണ് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് ഉണ്ടാവുക എന്നുള്ളത്. അത് ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് ശ്രീ ശശി തരൂരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. മറ്റൊന്ന് തിരുവനന്തപുരത്തെ എയിംസ് പദ്ധതിയാണ്. ഇതും തിരുവനന്തപുരത്തിൻ്റെ ദീർഘനാളായിട്ടുള്ള ആവശ്യമാണ്. അതിലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് ശ്രീ ശശി തരൂരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതുകൂടാതെ തിരുവനന്തപുരം മെട്രോ, പൂവാർ കപ്പൽശാല പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികൾ ഇതിലെഴുതിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്ന പദ്ധതികൾ എന്തൊക്കെയാണോ ആ പദ്ധതികളൊന്നും തന്നെ ഇതുവരെ നടപ്പാക്കുന്നതിന് ഒരു MP എന്ന നിലയ്ക്ക് ശ്രീ ശശി തരൂരിന് സാധിച്ചിട്ടില്ല. ഇനി ഇതിലുള്ള മറ്റ് ലോക്കൽ ബോഡികളുടെയൊക്കെ നൂലാമാലകൾ കൊണ്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടാണ് ഇത് നടപ്പാക്കാൻ സാധിക്കാത്തത് എങ്കിൽ എന്തുകൊണ്ടാണ് ഒരു MP കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് എന്നൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ അതിന് മറുപടിയും ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ നടക്കില്ല എന്നുറപ്പുള്ള ഒരു പദ്ധതി ഇനിയും പൂർത്തിയാക്കാനുള്ളത് എന്ന രീതിയിലത്തേക്ക് അവതരിപ്പിക്കുക മാത്രമാണ് ശ്രീ ശശി തരൂർ ഇവിടെ ചെയ്തിരിക്കുന്നത്. ശ്രീ ശശി തരൂരിൻ്റെ ലോകപരിചയം കൊണ്ടും വിദേശത്തും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയവും ഒക്കെ കൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്തെ ഹൈക്കോടതി ബെഞ്ച്, എയിംസ്, അതേപോലെ തന്നെ മെട്രോ, ബാഴ്സലോണ ട്വിൻ സിറ്റി പ്രോജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോഴും മറ്റേതെങ്കിലും ഒരു MP പൂർത്തീകരിക്കാൻ വേണ്ടി അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായ വസ്തുത. എന്നാൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അവർ ഒരിക്കലും ഒരു പദ്ധതിയും വൈകിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയത്തിന് ചേരുന്ന രീതിയിലുള്ള അഭിപ്രായമാണ് ഇതിൽ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്, മറ്റുള്ള ആൾക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാതിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവായിട്ടുള്ള ഒരു വേദിയിലുള്ള ഒരു ചർച്ച നടക്കുകയായിരുന്നുവെങ്കിൽ അത് നന്നായിരുന്നു. അതിന് ശ്രീ ശശി തരൂരും മറ്റുള്ള ആൾക്കാരും എല്ലാവരും തന്നെ തയ്യാറായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. എന്തായാലും ഇനിയെങ്കിലും തൻ്റെ പ്രകടന പത്രികയിൽ നിന്ന് തിരുവനന്തപുരത്തിനെ ബാഴ്സലോണയുടെ ഇരട്ട നഗരമാക്കും എന്ന രീതിയിലുള്ള പ്രഖ്യാപനം ശ്രീ ശശി തരൂർ ഒഴിവാക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.